ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്റെ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനല്ലേ, ഇദ്ദേഹം എന്നോട് ഇങ്ങനെ പറയാൻ എന്താണ് അധികാരം എന്ന തോന്നലിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരി പിടിച്ച് ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞു. പക്ഷേ അക്രമം നടന്നില്ല. ആ ഭരണാധികാരി ഇറങ്ങി ഓടേണ്ടി വന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം നേരെ ഓടിപ്പോയി ഓഫീസിൽ ചെന്ന് ആ മുദരിസിന് ഇനിമേലിൽ ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കരുത്, ശമ്പളം കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഓഫീസ് സെക്രട്ടറി പറഞ്ഞു, അദ്ദേഹം ശമ്പളം പറ്റാറില്ല, നമ്മളെ ഭക്ഷണവും കഴിക്കാറില്ല, അദ്ദേഹം ബാപ്പ കൊണ്ട് കൊടുക്കുന്ന ചെറിയ ഒരു ഭക്ഷ്യവസ്തു കൊണ്ട് നോമ്പ് തുറക്കുകയും അത്താഴം കഴിക്കുകയും ചെയ്തുകൊണ്ട് നോമ്പെടുത്ത് ജീവിക്കുന്ന മഹാനാണ്. നമ്മളെ ഭക്ഷണവും എടുക്കാറില്ല, ശമ്പളവും പറ്റാറില്ല. അപ്പോഴാണ് ആ ഭരണാധികാരി പറഞ്ഞത്, അത് തന്നെയല്ലേ ഞാനാ കണ്ട വലിയ സിംഹം അല്ലെങ്കിൽ പുലി. എന്തേ ഇമാമിനെ അടിക്കാൻ കയ്യോങ്ങിയിട്ട് അടുക്കുമ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ സംരക്ഷണത്തിനു വേണ്ടി വായ പിളർന്നു നിൽക്കുന്ന വലിയ ഒരു വന്യമൃഗത്തെയാണ് ഭരണാധികാരി കണ്ടത്. അപ്പോഴാണ് അദ്ദേഹം ഓടിക്കിടന്നത്. അങ്ങനെയുള്ള ധാരാളം കറാമത്തുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മറയില്ലാതെ തൊടുന്നത് ഹറാമാണ്, സ്പർശിക്കുന്നത് ഹറാമാണ്. അതുകൊണ്ടാണ് അത്തരം ആൺകുട്ടികളെ മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അത്തരത്തിലുള്ള മുതഅല്ലിമീങ്ങൾ ചിലപ്പോൾ വഅലിന് വന്ന ഉസ്താദിന്റെ അല്ലെങ്കിൽ മുദരിസിന്റെ ബറക്കത്ത് കിട്ടണമെന്ന് വിചാരിച്ച് കൈ നീട്ടുമ്പോൾ സൂക്ഷ്മതയുള്ള ഉസ്താദുമാർ കൈ കൊടുക്കൂല, തലേക്കെട്ടിന്റെ മേലിങ്ങനെ കൈവച്ചു കൊടുക്കും. അതിന്റെ കാരണം അത് ഹറാമായതുകൊണ്ടാണ്. അത് മുതഅല്ലിമീങ്ങളും പഠിച്ചു വെക്കൽ ആവശ്യമാണ്. ഇരിക്കട്ടെ, എന്നാൽ വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കുന്നതിൽ നിന്നും അവരുടെ കണ്ണ് സ്ത്രീകളെ നോക്കുമ്പോൾ താഴ്ത്തുന്നത് പോലെ താഴ്ത്തിക്കായി. മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ വന്നു ചേർന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മറയുടെ പിന്നിൽ ഇരുത്തിക്കൊണ്ടാണ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ക്ലാസ് എടുത്തത്. അങ്ങനെ ക്ലാസ് എടുത്ത് കാലം കുറെ കഴിഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കുറെ ചീർപ്പുകൾ ഹദിയ വന്നു. മുതഅല്ലിമീങ്ങളെയൊക്കെ വിളിച്ച് ചീർപ്പിങ്ങനെ കൊടുക്കുകയാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് കിട്ടിയ ഹദിയയിൽ നിന്ന് കൊടുക്കുക എന്നതൊരു നല്ല സ്വഭാവമാണ്. ഉസ്താദിന് കുറെ മാങ്ങ കിട്ടിയ ഉസ്താദ് ഒറ്റക്ക് തിന്നലല്ല, കുറെ കുട്ടികൾക്ക് കൊടുക്കണ്ട. അപ്പോ ചീർപ്പ് കുറെ കിട്ടിയപ്പോ മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ചീർപ്പ് കൊടുത്തില്ല. കുട്ടികൾ ചോദിച്ചു, മുഹമ്മദിന് ചീർപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു താടി മുളക്കാത്തവന് ചീർപ്പ് എന്തിനാണോ? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അവന് താടി മുളച്ചിട്ട് എത്രയോ കാലമായി, ദിവസം ക്ലാസ് എടുക്കുന്ന ഉസ്താദായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞിട്ടില്ല. അത്ര സൂക്ഷ്മതയോടെ ജീവിച്ച മഹാന്മാരാണ് നമ്മുടെ മുൻഗാമികളായ ഇമാമീങ്ങൾ. വളരെയേറെ സൂക്ഷ്മതയോടെ ജീവിച്ച ശാഫിഈ മദ്ഹബിന്റെ മുഹരിറായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വനഫഅന അല്ലാഹു ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകൾ അത്തരത്തിലുള്ള കുട്ടികളെ മുഖത്ത് നോക്കൽ വികാരമില്ലെങ്കിലും ഹറാമാണ് എന്ന പക്ഷക്കാരനാണ്. അത്യാവശ്യത്തിന് മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന പക്ഷക്കാരനാണ്. എന്നാൽ ഇമാമിങ്ങളിൽ പലരും വികാരമുണ്ടെങ്കിലേ ഹറാമുള്ളൂ, ഇല്ലെങ്കിൽ ഹറാമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഏതായിരുന്നാലും ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരു വലിയ പണ്ഡിതൻ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് സംസാരിച്ചു. ആ പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യിത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും ഒരു ചെറിയ പൂച്ചയെ പോലുള്ളൊരു മൃഗം ഓടി വന്ന് ആ
പണ്ഡിതന്റെ വായിൽ നിന്ന് നാവ് കടിച്ചെടുത്ത് ഓടിക്കളഞ്ഞു എന്ന ചരിത്രം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വളരെയേറെ പാഠമുണ്ടതിൽ. നമ്മൾ ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ഒരു ആലിമിനെ എല്ലാ സമയത്തും ആക്ഷേപിച്ചാലും ചീത്ത പറഞ്ഞാലും അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും കണ്ടുകൊള്ളണം എന്നില്ല. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. നല്ല ലുങ്കി തുണിയുമെടുത്ത് ഒരു പാടത്തേക്ക് ഇറങ്ങി പണിയെടുക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ലുങ്കി തുണിയിലേക്ക് ചളി തെറിക്കുമ്പോൾ, ചേറ് തെറിക്കുമ്പോൾ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കൂല. അത് പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയി അടിച്ച് അലക്കാനുള്ള തുണിയാണ്. അതേസമയത്ത് നല്ല വെള്ള തുണിയുമെടുത്ത് ജുമാക്ക് പോകുമ്പോ ഒരൽപ്പം ചളി തെറിച്ചു പോയാൽ അപ്പോൾ തന്നെ അത് കഴുകി വൃത്തിയാക്കുന്ന സ്വഭാവമുണ്ട്. എന്താണ് കാരണം? ഒന്ന് വെള്ളത്തുണിയാണ്. അല്ലാമ റീമി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നല്ല മഹാനായ പണ്ഡിതനായിരുന്നു, വെള്ളത്തുണിയായിരുന്നു. അതിൽ വന്നുപോയ ഒരു കറ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു പോയി എന്നതാണ്. അത് ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് ഇവിടെ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അല്ലാഹു തആല നൽകിയ ഒരു സംഭവമായിരുന്നു അത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ എത്രയോ കറാമത്തുകൾ വഫാത്തിന് ശേഷവും മുമ്പും പ്രകടമായ അത്ഭുതങ്ങൾ പ്രകടമായ ആളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെങ്കിലും ആ ഇമാം നവവിയുടെ കറാമത്തിൽ വലിയ കറാമത്ത് അതല്ല, മറിച്ച് അവിടുന്ന് ധാരാളം ഇൽമുകൾ എഴുതി സമൂഹത്തിന് ഖിയാമത്ത് നാൾ വരെ സമർപ്പിച്ചു എന്നതും അതുപോലെ ധാരാളം ശിഷ്യന്മാരെ വളർത്തിയെടുത്തു എന്നതുമാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ കറാമത്ത്. ആ കറാമത്തിനാണ് മാനവിയായ കറാമത്ത് എന്ന് പറയുന്നത്. അതേ സമയത്ത് അത്ഭുതങ്ങൾ പ്രകടമാകുന്ന കറാമത്തിന് ഹിസ്സിയായ കറാമത്ത് എന്നാണ് പണ്ഡിതന്മാര് പറയുക. ഞാൻ പറഞ്ഞു വന്നത് ഹിസ്സിയായ ധാരാളം കറാമത്തുകൾ പ്രകടമായ വ്യക്തിയാണ് മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ കുറച്ച് ആളുകൾ വന്ന് ചോദിച്ചു, നിങ്ങൾ വെള്ളത്തിന്റെ മേലെ കൂടി നടന്നു പോകുന്നുണ്ടല്ലോ, അങ്ങനെ പലരും പറയുന്നുണ്ടല്ലോ. സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളത് പള്ളിയിലെ മുക്കരിക്കാനോട് ചോദിച്ചാൽ മതി. പള്ളിയിലെ മുക്കരിക്കാന്റെ അടുത്ത് പോയിട്ട് അവർ അന്വേഷിച്ചു. മുക്കരിക്കാനോട് ചോദിച്ചപ്പോ മുക്കരിക്ക പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അദ്ദേഹം ഒരിക്കൽ കുളത്തിൽ വീണപ്പോ ഞാനാണ് പിടിച്ച് രക്ഷപ്പെടുത്തിയത്. അതെന്തിന്? മഹാനവറുകൾക്ക് വെള്ളത്തിന്റെ മേലെ കൂടെ നടന്നു പോകുന്ന കറാമത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കറാമത്തൊന്നും ആരും അറിയണ്ട എന്ന നിലയ്ക്ക് പഴയ കാലത്ത് വെള്ളത്തിൽ വീടപ്പോൾ മുക്കരിക്ക രക്ഷപ്പെടുത്തിയ കഥ കേൾക്കട്ടെ എന്ന് മനസ്സിലാക്കി ഇതവിടെ മൂടി വെച്ചതായിരുന്നു മഹാനവറുകൾ. ഇന്നത്തെ പോലെ കറാമത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഏജൻസികളെ കൊണ്ടുവരുന്ന വ്യാജ തരീഖത്തുകാരായിരുന്നില്ല അവർ. അവർ ശരിയായ തരീഖത്തുകാരും ശരിയായ സൂഫികളും ആയിരുന്നു. സുഹൃത്തുക്കളെ, ആ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു ആണ് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് പറഞ്ഞു, എനിക്കെന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, നിങ്ങളത് വീട്ടിൽ തരും എന്ന് സമ്മതം തന്നാൽ ഞാൻ ആഗ്രഹം പറയും. അപ്പോൾ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ അത് വീട്ടാൻ നിങ്ങൾക്ക് സമ്മതം തരും. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ചുണ്ട് അല്ലെങ്കിൽ നാവ് ഒന്ന് ചുംബിക്കണം, അതാണ് എന്റെ ആഗ്രഹം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി നിന്ന് പോയി. ഇതെന്താണ് ഈ ചോദിക്കുന്നത്? വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് കാണിച്ചു കൊടുക്കാതെ നിർവാഹമില്ല. അതെന്താ കാരണം പറഞ്ഞത്? നിങ്ങളുടെ നാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ദർസ് നടത്തുന്ന നാവാണ്, ധാരാളം ഹദീസ് പറയുന്ന നാവാണ്. അതൊന്ന് ചുംബിച്ചിട്ട് ബറക്കത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇൽമു പറയുന്ന നാവ്, ഇൽമു ക്ലാസ് എടുക്കുന്ന നാവ്, ഇൽമു പറയുന്ന തൊള്ള, അത് വലിയ ബറക്കത്തുള്ള നാവാണ്, ബറക്കത്തുള്ള തൊള്ളയാണ്. പക്ഷേ ആ തൊള്ള നജസ് പുരട്ടാൻ പാടില്ല, ആ നാവിൽ നജസ് പുരട്ടാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നജസ് കൊണ്ട് ഖുർആൻ എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും? അല്ലെങ്കിൽ മൂത്രം മുക്കിയിട്ട് ഒരാൾ ഹദീസ് എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും? അത് കടുത്ത അദബുകേടും തെറ്റുമായില്ലേ? ഇതുപോലെ നാവ് കൊണ്ട് ഇൽമു പറയുന്നവർ അവരുടെ നാവ് കൊണ്ട് ഗീബത്ത് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല,
തെറി പറയാൻ പാടില്ല, നമീമത്ത് ഏഷണി പറയാൻ പാടില്ല. അതൊക്കെ മാലിന്യങ്ങളാണ്. അതൊക്കെ ആത്മീയമായി പറയുമ്പോൾ അതൊക്കെ നജസാണ്. അത്തരം നജസ് കൊണ്ട് നാവും തൊള്ളയും വൃത്തികേടാക്കാൻ പാടില്ല. പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ഞാൻ ഉണർത്തുന്നു, നമ്മുടെ ഇൽമിന് ബറക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന നാവാകരുത്. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ചീത്തയും പറയുന്ന നാവാകരുത്. നാവ് എപ്പോഴും ഖുർആൻ ഓതുന്ന നാവ്, സലാത്ത് ചൊല്ലുന്ന നാവ്, അതേപോലെ തന്നെ ദിക്റ് ചൊല്ലുന്ന നാവ്, തസ്ബീഹ് ചൊല്ലുന്ന നാവ്, നല്ലത് പഠിക്കുന്ന നാവ്. നിങ്ങൾ ഫഅല ഫഅല ഫഅലു എന്ന് മീസാനിൽ നിങ്ങൾ സർഫ് പഠിച്ചാൽ ഓരോ അക്ഷരത്തിലും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കും. അത് വലിയ ദിക്റാണ്. കാരണം അത് നിങ്ങൾ പഠിക്കുന്നത് അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയാണ്. അറബി ഭാഷ പഠിക്കാതെ ഒരാൾക്കും ഖുർആൻ ഗ്രഹിക്കാൻ കഴിയില്ല, ഹദീസ് ഗ്രഹിക്കാൻ കഴിയില്ല. ഇമാമിങ്ങളുടെ ഫിഖ്ഹിന്റെയോ തസവ്വുഫിന്റെയോ അല്ലെങ്കിൽ താരീഖിന്റെയോ ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല.